അമ്മ എന്നാക്കുന്നു ചപ്പാത്തി സോയാബീൻ റോസ്റ്റ്. ഇന്നലെ ഒരുപാട് വൈകി കിടക്കാൻ അതുകൊണ്ട് രാവിലെ എണീക്കാനും കുറച്ച് ലേറ്റായി. ചടപട എല്ലാം റെഡിയാക്കിയത് അതി കാത്തിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിക്ക് സ്കൂൾ കൊണ്ടുപോകാനും ചപ്പാത്തി സോയാബീൻ റോസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇന്ന് മൊത്തം തിരക്ക് പിടിച്ച ദിവസമാണ്. രണ്ടാളും സ്കൂൾ പറഞ്ഞയച്ചിട്ട് വേണം ഒന്ന് വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞേട്ടന് ഇനിയും സാധനമെല്ലാം വാങ്ങി തീർന്നില്ല. പെട്ടെന്ന് അടിപൊളി ആയതുകൊണ്ട് എന്തെല്ലാം വാങ്ങണ്ട്. ഇന്നലെ പിന്നെ വണ്ടിയിൽ അങ്ങനെ അത്രയും സാധനം എടുത്തിട്ട് വരാനൊന്നും കഴിയില്ല. പെട്ടിയും അത്യാവശ്യം വേണ്ട സാധനം വാങ്ങി. ഇനി ഇന്ന് പോയിട്ട് കുറച്ചും കൂടി എന്തെല്ലോ നല്ല രസമുള്ള സാധനം വാങ്ങാനുണ്ട്. അത്ര വാങ്ങാൻ പോകണം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഉണ്ടായത്. ഇപ്പൊ അമ്മമ്മ ദോശ ഇടുന്നു. ചപ്പാത്തി അമ്മമ്മ പണിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് വീടാ. അമ്മമ്മയുടെ പുതിയ ചുരിദാറാന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അന്ന് നമ്മളെ ബാംഗ്ലൂരിന്ന് കൊടുത്തയച്ച് ഒരാള് ചേരുന്നുണ്ടാവേ. അപ്പൊ നല്ല രസമുണ്ട്. ഞാൻ അടിക്കാൻ വേണ്ടിട്ട് കാത്ത് വെച്ച് ലാസ്റ്റ് അത് ഞാൻ അടിച്ചുതരാം. ദിവസം പോകുമ്പോ അങ്ങനെ മഴ വരെയുണ്ടായി. മറ്റേ 2-3 മുറിവും ചെയ്യുന്നു. മുമ്പേ വിളിച്ചതായതുകൊണ്ട് തടി വെച്ചു. പറഞ്ഞ് ഇനി 2 ദിവസം കൂടി ഇല്ല പോവാൻ വേണ്ടി തന്നെയാണ്. പെട്ടെന്നാന്നെല്ലാം റെഡി ആയില്ല. അതെ, പെട്ടെന്ന് കൊറേ കാലത്ത് തന്നെയുണ്ട് ആഗ്രഹം ഉണ്ടായിനി പുറത്ത് പോകണമെന്നില്ല. പോയിട്ട് നല്ലതായി ആവട്ടെ എന്ന് പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥനയും വേണം. പോയിട്ട് നല്ലതാവട്ടെ. പിന്നെ കുറേ പേര് ഇന്നലെ വീഡിയോ ഇട്ട് തന്നെ കമൻസ് പറഞ്ഞിട്ടുണ്ടായിനി. അനിയണ്ണ ബെസ്റ്റ് വിഷസ് എല്ലാം അറിയിച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഭയങ്കര തണുപ്പാണ്, ഇന്ന സാധനം വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻസ് എല്ലാം ഇട്ടിട്ടുണ്ടായിനി. അവരോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. നമ്മളത്രയും സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെല്ലാം നല്ല രീതിയിൽ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ ഗൾഫിലാണെങ്കിൽ അനിയണ്ണന് പോയി നല്ല പരിചയം 12 വർഷം ഗൾഫിൽ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇത് പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും പേടിയെല്ലാം ഉണ്ട്. എന്നാലും ദൈവം സഹായിച്ചിട്ട് എല്ലാം നല്ലതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയും എല്ലാം വേണം. അപ്പോൾ അനിയണ്ണ എത്ര നാളായല്ലേ ഇത് പറയാൻ നടക്കുന്നു. കുറേ നാളായി. പെട്ടെന്നാണ് ഇപ്പോൾ ശരിയായത്. അപ്പം അമ്മക്കിത് പണിയുണ്ട്. മക്കളെല്ലാം പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാകുന്നുണ്ട്. അതിൽ കൂടെ ഇവിടുന്ന് ചായ കുടിക്കലായി. അത് അപ്പോൾ ഇനിയും കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അത്ര ഓരോന്ന് വാങ്ങി വരുമ്പോൾ അത് വാങ്ങിയിട്ടല്ല ഇത് വാങ്ങിയിട്ടല്ല എന്നുള്ള ഓർമ്മ വരുന്നത്. അത്രയും ചുരുക്കിയിട്ട് അത്യാവശ്യം വേണ്ടെന്ന് അങ്ങനെ വാങ്ങുന്നില്ലു. അപ്പോൾ എന്നാലും കുറച്ച് ബ്ലാങ്കറ്റ് അങ്ങനത്തെ ഒന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിട്ട്. അവിടെ തണുപ്പ് സമയമായതുകൊണ്ട് അതെല്ലാം അത്യാവശ്യമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ പോലത്തെ തണുപ്പൊന്നും ആയിരിക്കില്ല, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് വാങ്ങാനുണ്ട്. എടാട്ട് അമ്മേനെ 2 ദിവസം മുന്നേ അനിയണ്ണം പോയി കണ്ട്. അനിയണ്ണം മക്കളെല്ലാം പോയിട്ടുണ്ടായിനി. ഇന്ന് പറ്റിയെങ്കിലും ഒന്ന് പോകണം. അമ്മ വരും കൊണ്ട്. അപ്പോൾ അങ്ങനെയല്ലാന്ന് അമ്മ എല്ലാം പോയിട്ട് നല്ലതാവട്ടെ. പിന്നെ എല്ലാവരും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ, നല്ലതാവട്ടെ. എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്. എന്നാലും നമുക്കിപ്പോൾ പോകാണ്ടിരിക്കാൻ കഴിയില്ല. നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പോയില്ല. അതെല്ലാം ഞാൻ പോട്ടെ. അച്ഛൻ്റെ പുറം പോയി. ചപ്പാത്തി ഏട്ടാ. അപ്പോൾ ഇന്നും എന്താ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടായില്ലേ. കുറച്ചും കൂടി സാധനമെല്ലാം വാങ്ങാനുണ്ട്. പിന്നെ അനിയേട്ടൻ ഇന്നലെ ഷൂസ് എടുത്തിട്ടുണ്ടായിനി. അപ്പം വീഡിയോയിൽ കമൻസിൽ പറഞ്ഞു അല്ല ഭയങ്കര തണുപ്പായതുകൊണ്ട് കുറച്ച് ഗ്രിപ്പിലെ ടൈപ്പ് ഷൂസ് വേണം എടുക്കാമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെയും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. പോകുമ്പോൾ അതും കൂടി വാങ്ങണം. അപ്പോൾ
അതിലെ എല്ലാം റെഡിയായിട്ട് പോവേന്ന് അതിനേതാ റെഡിയായിട്ടുണ്ട്. അധികം ലോകം എല്ലാവരും സ്കൂളെല്ലാം പോയിട്ടാ. ടേസ്റ്റ് കിടപ്പെടുക്കാമല്ലോ. ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാനും വേണ്ടേ? പിന്നെ ഇന്ന് തന്നെ പരമാവധി സാധനം മേടിച്ച് എല്ലാം സെറ്റാക്കണം. നാളെ ഫ്രീ ആയിട്ടിരിക്കണം കേട്ടോ. വീട്ടിലേക്കുള്ള സാധനം മാത്രമല്ല, മൊത്തം നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനം. അത് വേണോ? നീമിൻ്റെ ആണോ? എന്തോ തീയില്ലേ? ബ്രഷെല്ലാം അപ്പുറം ഉണ്ടാവുമല്ലോ. അപ്പുറത്ത് നോക്കും. പപ്പടം വേണം. പപ്പടം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടായില്ലേ കേട്ടാ. പെട്ടെന്ന് ഇടിപിടി ആയതുകൊണ്ട് വേറൊരു സാധനം വാങ്ങലും പോലും എല്ലാം തിരക്കായതുകൊണ്ട് വീട്ടിലെത്താൻ സമയമില്ല. അപ്പോൾ ഫുഡെല്ലാം പുറത്തൊന്നും കഴിക്കുന്നത് കേട്ടാ. ഏട്ടാ വൈകുന്നേരം നിങ്ങൾ അടിപൊളിയായിട്ട് ആക്കി തരാട്ടാ. കാങ്കോല് സപ്ലൈക്ക് വന്ന് വീട്ടിലേക്കുള്ള കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ പയ്യന്നൂരേക്ക് പോയി. അതിൻ്റെ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഷൂസ് ഒന്ന് മാറ്റിയെടുക്കാനുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോയിൽ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിന് ഗ്രിപ്പിലെ ടൈപ്പ് ഷൂസാണ് എടുക്കേണ്ടതെന്ന്. പക്ഷേ ഈ കടയിൽ പറ്റിയതൊന്നും ഉണ്ടായിട്ടാട്ടോ. അപ്പോൾ അവർ റീഫണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പം ആ പൈസക്ക് പകരം എനിക്കൊരു ബാഗ് വാങ്ങി. എനിക്കുള്ളത് ചെറിയ സൈഡ് ബാഗാണ്. അപ്പം എവിടെയെങ്കിലും പുറത്തെല്ലാം പോകുമ്പം ഇങ്ങനത്തെ ഒരു ബാഗ് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ബാഗ് വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട് എന്നാന്ന് കുത്തിയിരുന്ന് പണിയെടുക്കുന്നു. ഗ്രിപ്പിലെ ഷൂസ് കിട്ടിയോ? വേറെ കടയിൽ വന്നിട്ടായില്ല കേട്ടാ. ഇവിടെ ഉണ്ടല്ലോ, എന്നാലും മോശമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. അവർ വേറെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നിങ്ങൾക്ക് അത്ര പൈസ വേണ്ട. ഇതിന്റെ വള്ളിയാറ്റം വേണമെങ്കിൽ തരും 500 രൂപക്കാർ. അതിനായിട്ട് ഇങ്ങനത്തെ എല്ലാം മോഡലാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ ഭയങ്കര ഇതാണ്. പക്ഷെ ഈ ഹീലിൽ ഇതിന് ഏടില്ല. ഇതിനെല്ലാം ഗ്രിപ്പ് ഉണ്ടല്ലേ? ഇങ്ങനത്തെ മോഡൽ തന്നെ ആയിരിക്കൂലേ വേണ്ട. അതുകൊണ്ട് എനിക്ക് ചുള്ളിയിലൊരു ബാഗ് കിട്ടി. ചേട്ടാ പറഞ്ഞില്ല വലിച്ചു കാണിച്ചത്. അത് രസമുണ്ട്. ബ്ലാക്കും രസമുണ്ട്. ഈ ബ്ലാക്കും രസമുണ്ട്. ഈ 10 പറഞ്ഞ 42 സൈസ് വരുന്നത്. അത് കറക്റ്റാണ്. ഇഷ്ടേന ഇട്ടോക്കിയോ? ചെറിയൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ഫ്രീ ആയി കേട്ടോ. കുറച്ച് നല്ല ഗ്രിപ്പാണെന്നുള്ളൂ. അത് നല്ലതായിരിക്കും. ഇത് അത് ഏകദേശം ഒരുപോലെ തന്നെ ഇതിന് നല്ലതായി തോന്നി. കംഫർട്ട് തന്നെ. പാസ്പോർട്ട് ടിക്കറ്റ് ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കൂടെ പൈന് വരുന്നില്ല. വരാട്ടാണ്. ഞാൻ പോകാം. ശരി എന്നാ. അപ്പോൾ അതിനേട്ടന് പുറത്ത് പോകുമ്പോൾ അതിൻ്റെ ഡ്രസ്സെല്ലാം ഏകദേശം വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീട്ടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിട്ടാന്നില്ലേ.
അനിയേട്ടാ ഇത് തണുപ്പാ ഭയങ്കര ഗഡ്ബടി ഇതുവരെ കഴിച്ചിനാ ഞാനും കഴിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടാ നമ്മ ഗഡ്ബടി കഴിക്കുന്നത് എനക്ക് എല്ലാത്തിനും പേരറിയാന്നല്ലാണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ചു എപ്പം കഴിക്കുന്നതാണെന്ന് കേട്ടോ എന്താ ഭയങ്കര തണുപ്പാ ആ ഇതൊന്നും ഇതൊക്കെ തോണ്ടണ്ട നിങ്ങളെ നിന്നാ മതി കേട്ടാ കാളെ ഞാൻ ഇന്നാണ്ടാ വിചാരിച്ചത് ഗഡ്ബഡ് പറയുമ്പോൾ ഇത്രയും നാളെ മനസ്സിലാക്കാൻ കഴിച്ചാല് എന്നാലും പ്ലേറ്റിൽ 3 ഇങ്ങനെ ഉണ്ടായിട്ട് ഐസ്ക്രീം ഞാൻ അങ്ങനെ കഴിച്ചില്ലെങ്കിലോ ഞാനിതുവരെ തിന്നിട്ടില്ലല്ലോ എന്നാലേ ഞാൻ വിചാരിക്കണ്ടേ. ഞാനിത് തിന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയാന്ന് ഗഡ്ബഡ് പറഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഏതായാലും തിന്നാലേ. അപ്പോൾ പയ്യന്നൂർ പോയി കുറച്ച് ചില സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു. ഇന്നലെ എല്ലാം എടുത്തിട്ട് അങ്ങനെ വണ്ടിയിൽ വരാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ട് ആ 2 വീലറല്ലേ. അപ്പോൾ ഇന്ന് പോയിട്ട് ബാക്കിയിലെ സാധനങ്ങൾ ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചെത്തി. അനിയേട്ടൻ വന്നിട്ട് എടാട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ അനിയേട്ടൻ്റെ അവിടെ പൊട്ടനെയ്യത്തിൻ്റെ തറവാടുണ്ട്, അവിടെ നിന്ന് പോകാൻ പറഞ്ഞിന് അമ്മ വസന്തമ്മ. അപ്പോൾ അവിടെ എല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലോകൂട്ടനെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ടാ. ലോകൂട്ടനും കൂടി വന്നിട്ട് നമുക്ക് വത്തക്കെല്ലാം മുറിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാത്തിക്കുന്നുണ്ടായിന്. ഈ മഞ്ഞ വത്തക്കയില്ലേ നമ്മൾ ഇതുവരെ കഴിച്ചിട്ട് ലോകൂട്ടൻ കഴിച്ചിട്ടാ പച്ച ഇതുവരെ കഴിച്ചിട്ടു, മഞ്ഞ ഇത് ആദ്യമായിട്ടായിരുന്നു വാങ്ങിയിന്. അപ്പോൾ ലോകൂട്ടന് വയറ്റിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പുറത്തുള്ള ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഓന് വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് വത്തക്ക വാങ്ങിയിട്ടുണ്ടായിന്. ഫ്രൂട്ട്സോ ഈ മഞ്ഞ നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പോയിനി. അപ്പം മഞ്ഞ വത്തക്കാണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്നോട് മഞ്ഞ വാങ്ങിക്കഴിഞ്ഞാട്ടാ അത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടാ ലോകൂട്ടനും കഴിച്ചിട്ടാന്ന് പറഞ്ഞു. അതിക്കൊരു പീസ് വെച്ചേക്കാ നമുക്കിപ്പോൾ മുറിക്കാം. ലോകൂട്ടനെ മുറിക്കുന്നു മുറിച്ചോ രാവിലെ കൊണ്ടാക്കായി മുറി. ഉള്ളത്തെ കളറുണ്ടാവും മഞ്ഞായിരിക്കില്ലേ? അല്ല ചുവപ്പന. ഞാൻ വിചാരിച്ച അതിൻ്റെ ഉള്ളിൽ മഞ്ഞ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ മഞ്ഞ ഇല്ലതും ഉണ്ട്. ആ പക്ഷെ നമുക്കറിയില്ലല്ലോ, ഞാൻ വിചാരിച്ച അതിൻ്റെ ഉള്ളിൽ മഞ്ഞ ഉണ്ടാവില്ല, പക്ഷെ ചുവപ്പാണ്. നമുക്ക് ഇനി വാങ്ങുമ്പോൾ അവരോട് ചോദിച്ചിട്ടേ ഉള്ളിൽ മഞ്ഞിൻ്റെ തന്നെ വാങ്ങാട്ടാ. ഇതിപ്പോൾ പുറമാത്ര മഞ്ഞില്ല. എങ്ങനെ ഉണ്ട്? ഇങ്ങനെയാണ് വേണ്ടി ഇങ്ങനെയാണ് തോണീനെ പോലെ. പക്ഷെ ഞാനിത് ഉള്ളിൽ മഞ്ഞാന്നാ വിചാരിച്ചിനി, എന്നിട്ടാ വാങ്ങും ചെയ്തിനി. പറ്റിക്കപ്പെട്ടു. അതൊക്കെയാണ് മാറ്റി. ടേസ്റ്റ് എങ്ങനെ? സെയിം തന്നെ. മധുരമുണ്ട് കേട്ടോ അല്ലേ? പച്ചേനെക്കാളും മധുരമുണ്ട്. ഉള്ളു മഞ്ഞൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഉണ്ടാവുക. അമ്മതൊന്നുമില്ല, നമുക്ക് ഒരു ദിവസം വാങ്ങാൻ കൂടി. ഞാൻ വിചാരിച്ചത് ഉള്ളിൽ മഞ്ഞ ഉണ്ടാവുമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ലോകൂട്ടനാണെങ്കിൽ 10 ദിവസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് മംഗലാപുരം കൂടി ഒന്ന് പോയി നോക്കാമെന്ന്. ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും നല്ലതല്ലേ, ഇവിടെ മംഗലാപുരം കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ആശുപത്രിയിൽ. അപ്പോൾ അനിയത്തിന് പോകുന്ന ആ തിരക്കെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം പോവാന്ന് വിചാരിച്ചു. ലോകൂട്ടൻ്റെ മുഖം ഇനിയും ശരിയായിട്ടാ. വത്തക്കൊന്നും അവിടെ ഏച്ചിട്ടാ ചെറിയൊരു പീസ് നിന്നിട്ടു വിശക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവലുണ്ട്, അവൽ തേങ്ങയും വെല്ലം ഇട്ടിട്ട് കുഴച്ചെന്നാലോ. അപ്പോൾ അത് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നാളെ എല്ലാവരും വരും. അപ്പോൾ മറ്റന്നാൾ രാവിലെയാണ് അനിയേട്ടൻ പോകുന്നത്, വ്യാഴാഴ്ച രാവിലെ. അപ്പോൾ സ്നേഹത്തോടെ കമൻസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.